കരിയർ കൊണ്ടുപോയി നശിപ്പിക്കരുത്. നല്ല ഇച്ചിരി മൂവീസൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നതാണ്. മേ ബി എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ എക്സ്പെക്ടിങ് മച്ച് ബെറ്റർ വർക്ക് ഫ്രം യുവർ എൻഡ്. സോ പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് സ്പോയിൽ യുവർ കരിയർ മിസ്റ്റർ സിജു വിൽസൺ. പ്രൊഡ്യൂസറിൻ്റെ പൈസ പോയെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സമയം കളയാൻ വേണ്ടി ഞാൻ കയറിയെന്നേ ഉള്ളൂ. കണ്ടിങ്ങിരിക്കാം, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല സിനിമയിൽ. പഞ്ചവത്സര പദ്ധതിയായിട്ട് ഒരു കുടിവെള്ള പരിഹാരം ഇതൊക്കെ പരിഹരിക്കുന്നത് ഇത് മെസ്സേജ് ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ കുടിവെള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ മറ്റൊരു വഴി കൂടെ അതിനുള്ള ശ്രമം നടത്തുകയാണ്, മറ്റൊരു ഉടായ്പ വഴിയിലൂടെ. അങ്ങനെ അവരത് നേടിയെടുക്കുന്നു, അത്രയാണ്. ഞാനെനിക്ക് കുറച്ച് സമയം കളയാൻ വേണ്ടി ഞാൻ കയറിയെന്നേ ഉള്ളൂ. കാരണം എൻ്റെ ട്രെയിൻ 4 മണിക്കാണ് അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ബാക്കി സിനിമകളൊക്കെ കണ്ടത് കൊണ്ട് ഇത് കയറിയെന്നേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ബാൽക്കണിയിൽ, ഞാനും വേറൊരാൾ മാത്രം. ബാൽക്കണിയിൽ ഞാനും വേറൊരാളും. അത് ടിക്കറ്റ് എനിക്ക് മുറിച്ച് തന്ന ആളാണോ എന്ന് സംശയമുണ്ടാകും. പുള്ളിയും കൂടെ കയറിയ ഡോറിൻ്റെ ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സിജു വിൽസന് വേണ്ടി മാത്രമാണ് ഈ സിനിമ കാണാൻ തീരുമാനിച്ചത്. കാരണം ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനോ ഒന്നുമില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് 2 ദിവസം മുമ്പ് നോക്കിയപ്പം സിജു വിൽസൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ സിനിമയെക്കുറിച്ച് എന്തൊക്കെ ഒരു പ്രൊമോഷൻ പോലെ ചെയ്യുന്ന കാണുന്നു. പിന്നെ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പം ഇന്ന് റിലീസാണെന്ന് കാണിക്കുന്നു. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ സിജു വിൽസന് വേണ്ടി മാത്രമാണ് ഈ സിനിമ കണ്ടത്. സിനിമ ഒരു ബിലോ ആവറേജ് മൂവി എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, കോമഡിയൊക്കെ കൊണ്ടുവരുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലാസ് ഇല്ലാതെ രീതിയിൽ എടുത്തതുപോലെ തോന്നി. സിജു വിൽസൺ ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് ലാസ്റ്റ് ഇച്ചിരി മൂവീസ് നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ട്, വരയൻ, പിന്നെ സാറ്റർഡേ നൈറ്റ് ഫീവർ ആണെങ്കിലും സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ തേർഡ് ഹീറോ ആണെങ്കിലും നല്ല റോൾസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ആക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മൂവി സെലക്ട് ചെയ്തതെന്ന് ഇപ്പം ഈ അടുത്തായിട്ട് സിജു വിൽസൻ്റെ മൂവീസ് ക്ലോസ്ലി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു കൺസേൺ പോലെ. മേ ബി നേരത്തെ വല്ലതും കമ്മിറ്റ് ചെയ്ത മൂവിയാണോ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്ക്രീനിൽ ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 1-2 പേരും കൂടെ ഉള്ളായിരുന്നല്ലോ സിനിമ. ഒന്നാമത്തെ ഈ സിനിമ റിലീസ് ചെയ്ത കാര്യം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം ഇന്ന് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് അതും ഇറ്റ്സ് നോട്ട് വർക്ക്ഡ് ഔട്ട് ഫോർ ദ മൂവി. ബട്ട് ദെൻ അഗെയിൻ ഒരു സിജു വിൽസൻ്റെ കിട്ടേണ്ട ഒരു റെസ്പോൺസ് ഈ മൂവിക്ക് ഓഡിയൻസിന് ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സംഭവം ആസ്പദമാക്കി എടുത്തതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് വരുമ്പോൾ ഇത് ഒരുമാതിരി ഈ സ്പിരിച്വൽ ടൂറിസം ബേസ് ചെയ്തിട്ട് ഉള്ള ഇതാണ്. അപ്പം ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും അറിയാൻ പറ്റുമല്ലോ. ഇപ്പം ശബരിമല ഇഷ്യൂ ആയിരുന്നാലും വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ കൂടുതലും ടെമ്പിൾസും മറ്റേ ഇതിലുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഫുള്ളി കമ്മിറ്റും ചെയ്തിട്ടില്ല. സൊസൈറ്റിയിൽ ലിബറലായിട്ട് നിൽക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ അവിടെയും തൊടാൻ പറ്റുന്നില്ല, ഇവിടെയും തൊടാൻ പറ്റുന്നില്ല. അവസാനം ഇവിടത്തും തൊടാൻ പറ്റാതെ സിനിമ എങ്ങോട്ടൊക്കെയോ പോകുന്നു. അതിൻ്റെ ഇടയിൽ സിജു വിൽസൺ എന്ന് പറഞ്ഞ ഒരാൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല. ഓവറോൾ പടം എനിക്ക് മോശം എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഇപ്പം അല്ലെങ്കിൽ ആൾക്കാർ സിനിമയെ കയറുന്നില്ല. അപ്പം ഈ കണ്ട ഒരു 4-5 പേര് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് കാണാതിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ, മനസ്സിലായില്ലേ? ഞാൻ ആദ്യമേ ബിലോ ആവറേജ് എന്ന് പറയാൻ കാരണം ഞാൻ മോശം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ടു ബി വെരി റിയലിസ്റ്റിക്, ഭയങ്കര മോശം. പ്രൊഡ്യൂസറിനെ ഇങ്ങനെ എന്തിനാണ് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനത്തെ മൂവീസിനൊക്കെ റെഡിയാവുന്നത്? മേ ബി അവർക്ക് ഒരു വിഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നു. പ്രൊഡ്യൂസറിൻ്റെ പൈസ പോയെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊരാൾ ഒരു 150 രൂപ 200 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ എൻ്റെ 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് പോകുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ പ്രൊഡ്യൂസറിനെ ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമം. അദ്ദേഹത്തിൻ്റെ പൈസ ഉറപ്പായിട്ട് പോയി. ഇനി ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ മൂവീസ് ഈ കാലത്ത് ഇങ്ങനത്തെ മൂവീസൊക്കെ എടുക്കുന്ന മുമ്പേ ആൾക്കാർ പൈസ ഇടുന്ന പോകും. 50 ലക്ഷം ആയിരുന്നാലും 50 കോടി ആയിരുന്നാലും 2 കോടി ആയിരുന്നാലും ഡെഫിനറ്റ്ലി യു ഹാവ് ടു തിങ്ക് ബിഫോർ യു ഗിവ് ഔട്ട് യുവർ മൂവീസ് ടു എനി ഡയറക്ടർ ഓർ എനിവൺ. പിന്നെ ഞാൻ ഈ മൂവി സിജു വിൽസന് വേണ്ടി മാത്രമെന്ന് കണ്ടുകൊണ്ട് പറയാണ്. ഭയങ്കര നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ആക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് യു പ്ലീസ് സെലക്ട് ബെറ്റർ സ്ക്രിപ്റ്റ്സ്. യു ആർ വെരി യങ്, പ്ലീസ് സെലക്ട് ഗുഡ് സ്ക്രിപ്റ്റ്സ്. കരിയർ കൊണ്ടുപോയി നശിപ്പിക്കരുത്. നല്ല ഇച്ചിരി മൂവീസൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ ആം എക്സ്പെക്ടിങ്, ഓർ മേ ബി എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ എക്സ്പെക്ടിങ് മച്ച് ബെറ്റർ വർക്ക് ഫ്രം യുവർ എൻഡ്, ഓർ മേ ബി സെലക്ഷൻ ഓഫ് വർക്ക്. സോ പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് സ്പോയിൽ യുവർ കരിയർ മിസ്റ്റർ സിജു വിൽസൺ. നല്ല സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യുക. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ നെക്സ്റ്റ് മൂവി. നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന് കണ്ട സിനിമ, പക്ഷേ ആസ് എൻ ഓഡിയൻസ് ഐ വാസ് ലെറ്റ് ഡൗൺ.